ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജാൻ എസ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ന്യായാധിപന്മാരുടെ പുസ്തകം 9-ാം അധ്യായം. 9-ാം അധ്യായത്തിന്റെ തലക്കെട്ട് അബിമേലെക്ക്. അബിമേലെക്ക് ആരായിരുന്നു എന്ന് നമുക്കറിയാം. ജെറുബ്ബാൽ, അതായത് ഗിദെയോന്റെ ദാസിയിലുണ്ടായ പുത്രന്റെ പേരാണ് അബിമേലെക്ക്. 57 വചനഭാഗങ്ങളിൽ നിന്ന് 90 ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് പോകാം. ചോദ്യം 1. ജെറുബ്ബാലിന്റെ ദാസിയിലുണ്ടായ പുത്രന്റെ പേര് അബിമേലെക്ക്. 2. അബിമേലെക്കിന്റെ അമ്മയുടെ ദേശം ഷെക്കം. 3. ജെറുബ്ബാലിന്റെ 70 പുത്രന്മാരും കൂടി നിങ്ങളെ ഭരിക്കുന്നതോ ഒരാൾ മാത്രം നിങ്ങളെ ഭരിക്കുന്നതോ ഏതാണ് നിങ്ങൾക്ക് നല്ലത്? ഇങ്ങനെ ചോദിക്കാൻ ആരെയാണ് ചുമതലപ്പെടുത്തിയത്? അബിമേലെക്ക് ഷെക്കം നിവാസികളായ തന്റെ അമ്മയുടെ ബന്ധുക്കളെയും വംശക്കാരെയും. 4. ഞാൻ എന്താണെന്ന് ഓർക്കണം എന്നാണ് ഷെക്കം നിവാസികളോട് അബിമേലെക്ക് പറഞ്ഞത്. ഞാൻ നിങ്ങളുടെ അസ്ഥിയും മാംസവുമാണെന്ന്. 5. അബിമേലെക്കിന്റെ ആവശ്യം ഷെക്കം നിവാസികളെ അറിയിച്ചത് ആര്? അബിമേലെക്കിന്റെ അമ്മയുടെ ബന്ധുക്കൾ. 6. അബിമേലെക്കിന്റെ ആവശ്യം ഷെക്കം നിവാസികൾ എന്തു പറഞ്ഞാണ് സ്വീകരിച്ചത്? അവൻ നമ്മുടെ സഹോദരനാണല്ലോ എന്ന് പറഞ്ഞ്. 7. അബിമേലെക്കിനെ സ്വീകരിച്ചതായി കാണപ്പെട്ട അടയാളം എന്ത്? ബാൽ ബെറീത്തിന്റെ ക്ഷേത്രത്തിൽ നിന്ന് 70 വെള്ളി നാണയം എടുത്ത് അവർ അബിമേലെക്കിന് കൊടുത്തു. 8. ഷെക്കം നിവാസികൾ അബിമേലെക്കിന് എത്ര വെള്ളി നാണയം കൊടുത്തു? 70 വെള്ളി നാണയം. 9. അബിമേലെക്ക് തന്റെ അനുയായികൾ ആക്കിയത് ആരെ? കുറെ ചട്ടമ്പികളെ. 10. തന്റെ അനുയായികളുമായി അബിമേലെക്ക് പോയത് എവിടെ? ഓഫ്രായിൽ തന്റെ പിതൃഭവനത്തിലേക്ക്. 11. അബിമേലെക്ക് ജെറുബ്ബാലിന്റെ 70 മക്കളെ എന്തു ചെയ്തു? 70 പേരെയും ഒരേ കല്ലിൽ വച്ച് കൊന്നു. 12. ജെറുബ്ബാലിന്റെ ഇളയപുത്രൻ യോത്താം. 13. അബിമേലെക്കിന്റെ കയ്യിൽ നിന്നും യോത്താം രക്ഷപ്പെട്ടത് എങ്ങനെ? ഒളിച്ചിരുന്നതുകൊണ്ട്. 14. ഷെക്കമിലെയും ബത്മില്ലോയിലെയും ജനങ്ങൾ എവിടെ വെച്ചാണ് അബിമേലെക്കിനെ രാജാവായി വാഴിച്ചത്? ഷെക്കമിലെ സ്തംഭത്തോട് ചേർന്നുള്ള ഓക്കുമരത്തിന്റെ സമീപം വച്ച്. 15. അബിമേലെക്കിനെ രാജാവായി വാഴിച്ചതറിഞ്ഞ് ഷെക്കം നിവാസികളോട് സംസാരിച്ചതാര്? യോത്താം. 16. യോത്താം ഏത് മലയുടെ മുകളിൽ നിന്നാണ് ഷെക്കം നിവാസികളോട് സംസാരിച്ചത്? ഗരിസിം മലയുടെ മുകളിൽ കയറി നിന്നുകൊണ്ടാണ് യോത്താം ഷെക്കം നിവാസികളോട് സംസാരിച്ചത്. 17. എന്ത് പറഞ്ഞുകൊണ്ടാണ് യോത്താം തന്റെ മുന്നറിയിപ്പ് ആരംഭിച്ചത്? ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുവിൻ. 18. യോത്താം പറഞ്ഞ കഥയുടെ ആരംഭം എന്ത്? ഒരിക്കൽ വൃക്ഷങ്ങൾ തങ്ങൾക്കൊരു രാജാവിനെ അഭിഷേകം ചെയ്യാൻ തീരുമാനിച്ചു. 19. വൃക്ഷങ്ങൾ തങ്ങൾക്കൊരു രാജാവിനെ അഭിഷേകം ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ഞങ്ങളുടെ മേൽ വാഴുകയെന്ന് ആദ്യം ചോദിച്ചത് ആരോട്? ഒലിവുമരത്തോട്. 20. രാജാവാകാൻ ഒലിവുമരത്തോട് ചോദിച്ചപ്പോൾ ഒലിവുമരത്തിന്റെ മറുപടി എന്ത്? ദേവന്മാരെയും മനുഷ്യരെയും ഒന്നുപോലെ ബഹുമാന്യരാക്കുന്ന എന്റെ എണ്ണ മറന്ന് വൃക്ഷങ്ങളുടെ മേൽ വാഴുവാൻ ഞാൻ പോകണമെന്നും. ഒന്നുകൂടെ പറയാം. ദേവന്മാരെയും മനുഷ്യരെയും ഒന്നുപോലെ ബഹുമാന്യരാക്കുന്ന എന്റെ എണ്ണ മറന്ന് വൃക്ഷങ്ങളുടെ മേൽ വാഴുവാൻ ഞാൻ പോകണമെന്നോ. 21. ദേവന്മാരെയും മനുഷ്യരെയും ഒന്നുപോലെ ബഹുമാന്യരാക്കുന്ന എന്ന അവകാശവാദം ആരുടേതാണ്? ഒലിവുമരത്തിന്റെ. 22. രണ്ടാമതായി രാജാവാകാൻ വൃക്ഷങ്ങൾ
ആരോടാണ് ചോദിച്ചത്? ഒലിവ് മര. 23 നീ വന്ന് ഞങ്ങളെ ഭരിക്കുക എന്ന് വൃക്ഷങ്ങൾ ആരോടാണ് പറഞ്ഞത്? അത്തിമരത്തോട്. 24 അത്തിമരത്തോട് രാജാവാകാനുള്ള അപേക്ഷയുമായി ചെന്ന വൃക്ഷങ്ങളോട് അത്തിമരത്തിന്റെ മറുപടി എന്തായിരുന്നു? രുചിയേറിയ എന്റെ പഴം ഉപേക്ഷിച്ച് ഞാൻ വൃക്ഷങ്ങളുടെ മേൽ വാഴുവാൻ പോകണമെന്നോ? 25 രുചിയേറിയ പഴം തരുന്ന വൃക്ഷം അത്തിവൃക്ഷം. 25 രുചിയേറുന്ന പഴം തരുന്ന മരം അത്തിമരം. 26 മൂന്നാമതായി വൃക്ഷങ്ങൾ രാജാവാകാൻ ചോദിച്ചത് ആരോട്? മുന്തിരിയോട്. 27 ദേവന്മാരെയും മനുഷ്യരെയും സന്തോഷിപ്പിക്കുന്ന വീഞ്ഞുണ്ടാക്കുന്നത് ആര്? മുന്തിരി. 28 നാലാമതായി വൃക്ഷങ്ങളെല്ലാം ഒന്നു ചേർന്ന് രാജാവാകാൻ ആവശ്യപ്പെട്ടത് ആരോട്? മുൾപടർപ്പിനോട്. 29 നിങ്ങൾ എന്നെ നല്ല മനസ്സോടെയാണ് അഭിഷേകം ചെയ്യുന്നതെങ്കിൽ എന്റെ തണലിൽ അഭയം തേടുവിൻ. ആര് ആരോട് പറഞ്ഞു? മുൾപടർപ്പ് വൃക്ഷങ്ങളോട്. 30 നല്ല മനസ്സോടെയല്ല അഭിഷേകം ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കട്ടെ എന്നാണ് മുൾപടർപ്പ് പറഞ്ഞത്? മുൾപടർപ്പിൽ നിന്ന് തീ ഇറങ്ങി ലെബനോനിലെ ദേവദാരുക്കളെ നശിപ്പിക്കട്ടെ എന്ന്. 31 നിങ്ങൾ പരമാർത്ഥ ഹൃദയത്തോടെയാണോ അബിമേലെക്കിനെ രാജാവാക്കുന്നത് എന്ന് ശെക്കം നിവാസികളോട് ചോദിച്ചതാര്? യോഥാം. 32 യോഥാം ശെക്കമിനെതിരെ ഉയർത്തിയ പരാതികൾ എന്തെല്ലാം? 3 പരാതികളാണ് യോഥാം ശെക്കമിനെതിരെ ഉയർത്തിയത്. 1 നിങ്ങൾ എന്റെ പിതാവിന്റെ കുടുംബത്തിനെതിരെ കരമുയർത്തിയിരിക്കുന്നു. 2 അവന്റെ 70 പുത്രന്മാരെ ഒരേ കല്ലിൽ വെച്ച് നിങ്ങൾ വധിച്ചു. 3 എന്റെ പിതാവിന് ദാസിയിൽ ജനിച്ച അബിമേലെക്കിനെ ശെക്കമിൽ രാജാവായി വാഴിച്ചു. 33 പൂരിപ്പിക്കാനുള്ള ഒരു ചോദ്യമാണ്. നിങ്ങൾ ഡാഷ് ജെറുബാലിനോടും കുടുംബത്തോടും പ്രവർത്തിച്ചതെങ്കിൽ അബിമേലെക്കിൽ ഡാഷ് അവൻ നിങ്ങളിലും സന്തോഷിക്കട്ടെ. 2 ഭാഗങ്ങളാണ് ഈ വചനഭാഗത്ത് വിട്ടുപോയിരിക്കുന്നത്. ആദ്യത്തേത് പരമാർത്ഥ ഹൃദയത്തോടെ, രണ്ടാമത്തേത് സന്തോഷിക്കുവിൻ. നിങ്ങൾ പരമാർത്ഥ ഹൃദയത്തോടെ ജെറുബാലിനോടും കുടുംബത്തോടും പ്രവർത്തിച്ചതെങ്കിൽ അബിമേലെക്കിൽ സന്തോഷിക്കുവിൻ, അവൻ നിങ്ങളിലും സന്തോഷിക്കട്ടെ. 34 ആരിൽ നിന്ന് തീ ഇറങ്ങി ശെക്കമിലെയും ബത്മില്ലോയിലെയും ജനങ്ങളെ വിഴുങ്ങട്ടെ എന്നാണ് യോഥാം പറഞ്ഞത്? അബിമേലെക്കിൽ നിന്നും. 35 ശെക്കമിൽ നിന്നും ബത്മില്ലോയിൽ നിന്നും തീ ഇറങ്ങി ആരെ വിഴുങ്ങട്ടെ എന്നാണ് യോഥാമിന്റെ അഭിപ്രായം. 36 യോഥാം ആരെ ഭയന്നാണ് പലായനം ചെയ്തത്? സഹോദരനായ അബിമേലെക്കിനെ. 37 യോഥാം പിന്നീട് താമസിച്ചത് എവിടെ? ബേറിൽ. 38 എത്ര വർഷമാണ് അബിമേലെക്ക് ഇസ്രായേൽ ഭരിച്ചത്? 3 വർഷം. 39 അബിമേലെക്കിനും ശെക്കം നിവാസികൾക്കും എതിരെ കർത്താവ് അയച്ചതാരെ? ഒരു ദുരാത്മാവിനെ. 40 ദൈവം ഒരു ദുരാത്മാവിനെ ആരുടെ ഇടയിലേക്കാണ് അയച്ചത്? അബിമേലെക്കിനും ശെക്കം നിവാസികൾക്കും ഇടയിലേക്ക്. 41 ദുരാത്മാവിന്റെ സ്വാധീനം കൊണ്ട് ശെക്കം നിവാസികൾ ആരെയാണ് വഞ്ചിച്ചത്? അബിമേലെക്കിനെ. 42 ജെറുബാലിന്റെ 70 മക്കളോട് അബിമേലെക്ക് ചെയ്ത ക്രൂരതയ്ക്ക് പ്രതികാരം ഉണ്ടായത് എങ്ങനെ? ശെക്കം നിവാസികൾ ദുരാത്മാവിന്റെ പ്രവർത്തനം കൊണ്ട് അബിമേലെക്കിനെ വഞ്ചിച്ചപ്പോൾ. 43 കൊല്ലപ്പെട്ട ജെറുബാലിന്റെ മക്കളുടെ രക്തം ആരുടെ മേലാണ് പതിച്ചത്? ഘാതകനായ അബിമേലെക്കിന്റെയും കൂട്ടുനിന്ന ശെക്കംകാരുടെയും മേൽ. 44 മലമുകളിൽ അബിമേലെക്കിനെതിരെ ആളുകളെ പതിയിരുത്തിയത് ആര്? ശെക്കം നിവാസികൾ. 45 ശെക്കംകാർ പതിയിരുത്തിയ ആളുകൾ ആ വഴിയെ വന്ന
ജനങ്ങളെ എന്തു ചെയ്തു? കൊള്ളയടിച്ചു. 46 മലമുകളിൽ പതിയിരുന്ന ആളുകൾ ആ വഴിയെ കടന്നുപോയവരെ കൊള്ളയടിച്ച വിവരം അറിഞ്ഞതാര്? അബിമേലെക്ക്. 47 ഏബദിന്റെ പുത്രൻ ഗാൽ. 48 ഏബദിന്റെ പുത്രൻ ഗാൽ തന്റെ ബന്ധുക്കളോടൊപ്പം നീങ്ങിയത് എവിടേക്ക്? ഷെക്കമിലേക്ക്. 49 ഷെക്കം നിവാസികൾ വിശ്വാസം അർപ്പിച്ചത് ആരിൽ? ഏബദിന്റെ പുത്രൻ ഗാലിൽ. 50 ഏബദിന്റെ പുത്രൻ ഗാലും ബന്ധുക്കളും ഉത്സവം ആഘോഷിച്ചത് എങ്ങനെ? വയലിൽ നിന്ന് മുന്തിരി ശേഖരിച്ച് ചവിട്ടിപ്പിഴിഞ്ഞ്. 51 ദേവന്റെ ക്ഷേത്രത്തിൽ ചെന്ന് തിന്നുകുടിച്ച് ഗാലും ബന്ധുക്കളും ചെയ്തതെന്ത്? അബിമേലെക്കിനെ ശപിച്ചു. 52 ഷെക്കമിന്റെ പിതാവ് ഹാമോർ. 53 ഈ ജനം എന്റെ കീഴിലായിരുന്നെങ്കിൽ ഞാൻ അബിമേലെക്കിനെ വകവരുത്തുമായിരുന്നു. പറഞ്ഞതാര്? ഏബദിന്റെ പുത്രൻ ഗാൽ. 54 ഗാൽ പറഞ്ഞത് കേട്ടപ്പോൾ കോപം ജ്വലിച്ചത് ആർക്ക്? നഗരാധിപനായ സെബൂളിന്. 55 ഗാൽ പറഞ്ഞത് കേട്ട് കോപം ജ്വലിച്ച സെബൂൾ ആരുടെ പക്കലേക്കാണ് ദൂതന്മാരെ അയച്ചത്? അബിമേലെക്കിന്റെ. 56 സെബൂൾ ദൂതന്മാർ വഴി അബിമേലെക്കിനെ അറിയിച്ചതെന്ത്? ഗാലും അവന്റെ ആളുകളും ഷെക്കമിൽ വന്നിരിക്കുന്നു, നിനക്കെതിരെ അവർ നഗരവാസികളെ ഇളക്കുന്നു. 57 സെബൂൾ അബിമേലെക്കിനോട് ആവശ്യപ്പെട്ടത് എന്ത്? രാത്രി വയലിൽ പതിയിരിക്കുക. 58 എപ്പോൾ പട്ടണത്തിൽ പ്രവേശിച്ച് ആക്രമിക്കണമെന്നാണ് സെബൂൾ അബിമേലെക്കിന് നൽകിയ നിർദ്ദേശം? സൂര്യൻ ഉദിച്ചുയരുമ്പോൾ. 59 അബിമേലെക്കും സൈന്യവും എത്ര ഗണമായി തിരിഞ്ഞാണ് പതിയിരുന്നത്? 4 ഗണമായി. 60 നഗര കവാടത്തിന്റെ മുൻപിൽ നിലയുറപ്പിച്ചത് ആര്? ഗാൽ. 61 ഗാൽ നഗര കവാടത്തിന്റെ മുൻപിൽ നിലയുറപ്പിച്ചപ്പോൾ അബിമേലെക്കും സൈന്യവും എന്തു ചെയ്തു? ഒളിയിടങ്ങളിൽ നിന്ന് എഴുന്നേറ്റു. 62 അബിമേലെക്കിന്റെ സൈന്യം ഒളിയിടങ്ങളിൽ നിന്ന് എഴുന്നേറ്റു വരുന്നത് കണ്ട് ഗാൽ സെബൂളിനോട് പറഞ്ഞതെന്ത്? അതാ മലമുകളിൽ നിന്ന് ആളുകൾ ഇറങ്ങി വരുന്നു. 63 അതാ മലമുകളിൽ നിന്ന് ആളുകൾ ഇറങ്ങി വരുന്നു എന്ന് ഗാൽ സെബൂളിനോട് പറഞ്ഞപ്പോൾ സെബൂളിന്റെ മറുപടി എന്തായിരുന്നു? മലയുടെ നിഴൽ കണ്ട് മനുഷ്യരാണെന്ന് നിനക്ക് തോന്നുകയാണ്. 64 എവിടെ നിന്നെല്ലാം ആളുകൾ വരുന്നതായിട്ടാണ് ഗാൽ സെബൂളിനോട് പറഞ്ഞത്? ദേശത്തിന്റെ മധ്യത്തിൽ നിന്നും, ശകുനക്കാരുടെ ഓക്കുമരത്തിന്റെ ഭാഗത്തു നിന്നും. 65 നീ തന്നെ പോയി അവരോട് പൊരുതുക. ആര് ആരോട് പറഞ്ഞു? നഗരാധിപനായ സെബൂൾ ഗാലിനോട്. 66 ഗാൽ ആരുടെ നേതാവായിട്ടാണ് അബിമേലെക്കിനോട് പോരാടിയത്? ഷെക്കം നിവാസികളുടെ. 67 അബിമേലെക്ക് പട്ടണ കവാടം വരെ പിന്തുടർന്നത് ആരെ? ഗാലിനെ. 68 അബിമേലെക്ക് ഗാലിനെ തുരത്തിയതിനു ശേഷം താമസമാക്കിയത് എവിടെ? അറുമായിൽ. 69 ഗാലിനെയും അവന്റെ ബന്ധുക്കളെയും ഷെക്കമിൽ താമസിക്കാൻ സമ്മതിക്കാതിരുന്നത് ആര്? സെബൂൾ. 70 ജനങ്ങൾ വയലിലേക്ക് പോയതറിഞ്ഞ് സേനയെ 3 ഗണമായി തിരിച്ച് വയലിൽ പതിയിരുത്തിയത് ആര്? അബിമേലെക്ക്. 71 അബിമേലെക്ക് സേനയെ എത്ര ഗണമായി തിരിച്ചു? 3 ഗണമായി. 72 അബിമേലെക്കും ഒരു ഗണവും ജനത്തിനെതിരെ നിന്നത് എവിടെ? നഗര കവാടത്തിൽ. 73 മറ്റ് 2 ഗണങ്ങൾ ആർക്കെതിരെ യുദ്ധം ചെയ്തു? വയലിൽ നിന്നവരോട്. 74 അബിമേലെക്ക് പട്ടണവാസികളെ കൊല്ലുകയും പട്ടണം പിടിച്ചെടുക്കുകയും ചെയ്തിട്ട് എന്താണ് ചെയ്തത്? ഉപ്പ് വിതറി. 75 അബിമേലെക്ക് ചെയ്തതറിഞ്ഞപ്പോൾ
ഗോപുരവാസികൾ ഏത് കോട്ടയിൽ കടന്നു? എൽബെറീത്ത് ക്ഷേത്രത്തിന്റെ കോട്ടയിൽ. 76. ഷെക്കം ഗോപുരവാസികൾ മുഴുവൻ എൽബെറീത്ത് ക്ഷേത്രത്തിന്റെ കോട്ടയിൽ തടിച്ചുകൂടിയിരിക്കുന്ന വിവരം ലഭിച്ചത് ആർക്ക്? അബിമേലെക്കിന്. 77. അബിമേലെക്കിന് കിട്ടിയ വിവരമനുസരിച്ച് അബിമേലെക്ക് തന്റെ പടയാളികളുമായി പോയത് എവിടേക്ക്? സൽമോൻ മലയിലേക്ക്. 78. സൽമോൻ മലയിൽ നിന്ന് അബിമേലെക്കും പടയാളികളും കയ്യിൽ കരുതിയത് എന്ത്? ഒരു കെട്ട് വിറക്. 79. അബിമേലെക്കും പടയാളികളും തങ്ങളെടുത്ത വിറക് കെട്ട് ഉപയോഗിച്ചത് എന്തിന്? എൽബെറീത്ത് ക്ഷേത്രത്തിന്റെ കോട്ടയോട് ചേർത്തിട്ട് തീ വയ്ക്കാൻ. 80. കോട്ടയോട് ചേർത്ത് അബിമേലെക്ക് തീ വച്ചപ്പോൾ എത്രത്തോളം ഗോപുര നിവാസികളാണ് കൊല്ലപ്പെട്ടത്? 1000-ഓളം. 81. ഷെക്കം ഗോപുര നിവാസികളെ കൊലപ്പെടുത്തിയതിനു ശേഷം അബിമേലെക്ക് പാളയമടിച്ച് പിടിച്ചടക്കിയത് ഏത് പ്രദേശമാണ്? തേബസ്. 82. തേബസ് പട്ടണത്തിനുള്ളിൽ ഉണ്ടായിരുന്നത് എന്ത്? ബലിഷ്ഠ ഗോപുരം. 83. അബിമേലെക്കിനെ പേടിച്ച് ബലിഷ്ഠ ഗോപുരത്തിന്റെ മുകൾ തട്ടിലേക്ക് കയറിയത് ആരെല്ലാം? സ്ത്രീ പുരുഷന്മാർ എല്ലാവരും. 84. ഗോപുരത്തിനെതിരെ യുദ്ധം ചെയ്യുകയും അത് തീയിടാനായി ഒരുങ്ങുകയും ചെയ്തത് ആര്? അബിമേലെക്ക്. 85. ഗോപുരം അഗ്നിക്കരയാക്കാൻ ഗോപുരവാതിൽക്കൽ എത്തിയ അബിമേലെക്കിന്റെ തലയോട് ഉടച്ചതാര്? ഒരുവൾ തിരിക്കല്ലിൻ പിള്ള എറിഞ്ഞ് അബിമേലെക്കിന്റെ തലയോട് ഉടച്ചു. 86. ഒരു സ്ത്രീ എന്നെ കൊന്നുവെന്ന് എന്നെ കുറിച്ച് പറയാതിരിക്കാൻ നിന്റെ വാൾ ഊരി എന്നെ കൊല്ലുക എന്ന് അബിമേലെക്ക് ആരോട് പറഞ്ഞു? തന്റെ ആയുധവാഹകനായ യുവാവിനോട്. 87. അബിമേലെക്ക് മരിച്ചെന്ന് കണ്ടപ്പോൾ തങ്ങളുടെ വീടുകളിലേക്ക് തിരിച്ചു പോയത് ആര്? ഇസ്രായേൽ ജനം. 88. ആരോട് ചെയ്ത ദ്രോഹത്തിനാണ് ദൈവം അബിമേലെക്കിന് തക്ക ശിക്ഷ നൽകിയത്? തന്റെ പിതാവിനോട്. 89. ഷെക്കം നിവാസികളുടെ ദുഷ്ടതയ്ക്ക് ആരാണ് അവരെ ശിക്ഷിച്ചത്? ദൈവം. 90. ഷെക്കം നിവാസികൾക്കും അബിമേലെക്കിനും ദൈവം തക്ക ശിക്ഷ നൽകിയപ്പോൾ ആരുടെ ശാപമാണ് അവരുടെ മേൽ പതിച്ചത്? ജെറുബ്ബാലിന്റെ പുത്രനായ യോഥാമിന്റെ.